വിച്ചുടനും ദേവുടനൊക്കെ സ്കൂളിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാനും നേരെ അതിരമ്പുഴയ്ക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഞാൻ തന്നെ സൃഷ്ടിക്കും. കാരണം ചെടിയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് ഈ ചൈനീസ് ബോൾസുമൊക്കെ ഇപ്രാവശ്യം ചെന്നപ്പോഴത്തേന് ഒന്നുകൂടി ബുഷിയായി കേട്ടോ. ചെറിയ ചെറിയ തൈകളായിരുന്നു പോലും കുറേ വലുതായിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് പൂവ് പിടിച്ചിട്ടുണ്ട്. ഒരു 3-4 കളറ് വെറൈറ്റി ഉണ്ട് കേട്ടോ ചൈനീസ് ബോൾസും. കുഞ്ഞു കുഞ്ഞു ശാഖകൾ വരുമ്പോൾ തന്നെ അമ്മ അത് കട്ട് ചെയ്തിട്ട് കുപ്പിയിലോ അല്ലെങ്കിൽ മാട്ടിക് ലിക്വിഡൊക്കെ വാങ്ങുന്ന ആ ഒരു കവറുണ്ടല്ലോ, അങ്ങനെ അതിനകത്തുമൊക്കെ ഇങ്ങനെ വെച്ച് അങ്ങനെയാണ് ചൈനീസ് ബോൾസ് ഇത്ര ആയത്. ചെടിയോട് നമുക്കൊരിഷ്ടം തോന്നി തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണം അങ്ങനെ ഒരാഗ്രഹം തോന്നി തുടങ്ങിയാൽ പിന്നെ എത്ര ചെടി ഉണ്ടെങ്കിലും നമുക്ക് മതിയാകത്തില്ല. നമുക്കില്ലാത്ത ടൈപ്പൊക്കെ നമ്മൾ എവിടുന്നേലും കളക്ട് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാൻ നോക്കും. എങ്ങനെയാണെങ്കിലും നമ്മൾ ഗാർഡനിലേക്ക് പുതിയ പുതിയ ചെടികളൊക്കെ കൊണ്ടുവരാൻ നോക്കും. ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കാണുന്ന ആദ്യമാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെയാണ് കേട്ടോ. അപ്പോൾ നല്ല രസം തോന്നി അതങ്ങനെ ചട്ടിയിൽ നിൽക്കുന്ന കണ്ടപ്പോൾ. അപ്പോൾ ഞാനിത് അവിടെ പോയപ്പോഴത്തേന് എടുത്ത കുറച്ച് വീഡിയോസാണ് ഇനി കാണുന്നത്. ബട്ടർഫ്ലൈ പ്ലാന്റ് നല്ല രസമുണ്ട് ശരിക്കും. ഈ പൂമ്പാറ്റ എവിടെയെങ്കിലും ഇങ്ങനെ വന്നിരിക്കുമല്ലേ, തേൻ കുടിക്കാൻ വന്നിരിക്കുന്ന ആ ഒരു ഷേപ്പിൽ കേട്ടോ, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഫ്ലഫി ആയിട്ടുള്ള ഈ ഫേണ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. നല്ല രസം, അത് ടച്ച് ചെയ്യാനും നല്ല രസമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. ഞാൻ കുറച്ച് ഒരു വെറൈറ്റി തോന്നിയത് മാത്രം ഒന്ന് എടുത്തതേ ഉള്ളൂ. ബൊഗെയിൻവില്ലയൊക്കെ മൾട്ടി കളറിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഇതിപ്പം പല കളറിങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്ന, അപ്പോൾ നല്ല രസം തോന്നി കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഞാൻ എടുത്തതാണ്. പിന്നെ അവിടുന്ന് തന്നെ എനിക്ക് ബ്രൈഡൽ ബൊക്കറ്റ് പ്ലാന്റിൻ്റെ ഒരു കമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് നമ്മുടെ ഏറ്റുമാനൂർ നമ്മുടെ ഗാർഡനിൽ ഇനി അത് സെറ്റ് ചെയ്യണം. അമ്മ വീണ്ടും ചാക്കിനകത്തൊക്കെ കപ്പയും എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചൊക്കെ കാണിച്ചായിരുന്നല്ലോ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോഴത്തെ അതെല്ലാം വലുതായിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റും അതും ഇതുമൊക്കെ കൊണ്ട് ഇതിൻ്റെ ചോട്ടിലൊക്കെ അമ്മ ഇടും. അപ്പം അങ്ങനെ കിളിർത്ത് വന്ന കപ്പയുടെ ആ ചാക്കിനകത്ത് തന്നെ കിളിർത്ത് വന്ന എന്തോ ഒരു സാധനം, അതെന്താണെന്ന് അമ്മയ്ക്കും അറിയത്തില്ല. പിന്നെ പച്ചക്കറി വേസ്റ്റ് ഇടുന്നതും കിളുക്കാറുണ്ട്, അല്ലാതെ പയറും വെണ്ടയൊക്കെ അതിനകത്തൊക്കെ ഇങ്ങനെ ഇടും കേട്ടോ. കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതുമൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് മുഴുവനും ഇത് ചീനിത്തൈയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വയലറ്റ് മുളക് കണ്ടോ, ഇതിൻ്റെ ഒരു ഉണ്ടമുളകും ഉണ്ട്, ഇങ്ങനെ നീണ്ട ഇതുണ്ടല്ലോ, നല്ല രസമാണ് കേട്ടോ. ഇത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ചെടിയിൽ ഒരുപാട് പൂ കൊത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം തിരിച്ച് ഞാൻ ഏറ്റുമാനൂരിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിലൂടെ കാണാം.